ഒരു അവധി ദിവസമായിട്ട് നിങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി. നാളെ അതായത് ജൂലൈ 21 നമ്മളെ നാഷണൽ CPR ഡേ ആചരിക്കുകയാണ്. എല്ലാ വർഷവും ജൂലൈ 21 നാഷണൽ. ആക്ച്വലി വേണം വ്യക്തിയുടെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആംബുലൻസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ 108 ആംബുലൻസിലൊക്കെ ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് നേഴ്സ് ഉണ്ട്. അവർക്കറിയാം എന്താ ചെയ്യണം. അപ്പോൾ നിങ്ങളെ പേഷ്യൻ്റെ ആംബുലൻസ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവർ ചെയ്തു ഇല്ലേ. അപ്പം അങ്ങനെ ഒരു പേഷ്യൻ്റെ, അതായത് നമ്മൾ CPR ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പേഷ്യൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന പല കാര്യങ്ങളും ഡോക്ടർമാർക്ക് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? പേഷ്യൻ്റ് ഷോക്ക് കൊടുക്കുന്നതൊക്കെ നടത്താം, ഷോക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വെന്റിലേറ്ററിലിടാം, വെന്റിലേറ്ററിൽ ശ്വാസം കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനും ആ പേഷ്യൻറ്റിനെ എഫക്റ്റീവായിട്ട് രക്ഷിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ സോഡ വേണ്ട, ഓട്ടോറിക്ഷ വേണ്ട, നമുക്ക് വേണ്ടത് CPR-ഉം ആംബുലൻസും അല്ലേ. പോകുമ്പോൾ വഴിയിൽ നിന്നൊരു ചേട്ടൻ അവിടെ കുഴഞ്ഞുകൊണ്ടാണ്. സോ അലീന എന്ത് ചെയ്യും? യെസ്, നോക്കൂ, ചേട്ടനെ നോക്കൂ. സീൻ സേഫ്റ്റി നോക്കുന്നു. ഓക്കെ, രണ്ട് എന്ത് ചെയ്യും? റെസ്പോൺസ് ഉണ്ടോന്ന് നോക്കാം. എന്താ എങ്ങനെ വിളിക്കുന്നത്? അങ്ങനെ ഉണ്ടോ പറയാം. ചേട്ടാ ചേട്ടാ അനങ്ങുന്നില്ല. ഓക്കെ കേട്ടോ, എവോക്ക് റെസ്പോൺസ്. അപ്പൊ ചേട്ടൻ അനങ്ങുന്നില്ല. ഇനി എന്താണ് അടുത്ത പരിപാടി? ഹെൽപ്പ് അല്ലേ. അടുത്തത് മൂന്നാമത്തെ കാര്യം ഇതാണ്. ഇതൊക്കെ വിളിച്ചില്ലാത്ത പ്രശ്നം തന്നെ. നമ്മൾ ഇതൊക്കെ കേട്ടിരിക്കുള്ളൂ, അവിടെ ഇരിക്കുള്ളൂ, ആരും വിളിച്ചില്ല സാധനം. മനസ്സിലായോ? അതുകൊണ്ടാണ് നേരത്തെ തന്നെ സഹായമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് കോൾ ഫോർ ഹെൽപ്പ്. 112 അല്ല 108 നേരത്തെ പറഞ്ഞു. ഇനി പൾസ് നോക്കുന്നു. എങ്ങനെ നോക്കുന്നത്? അല്ല, കയ്യിൽ നോക്കണ്ട. ഇവിടെ നമ്മൾ അറിയാം പൾസ് എന്താണെന്ന് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നോക്കുന്നത് കരോട്ടിഡ് പൾസ് മാത്രം. എങ്ങനെയാണ് നോക്കുന്നത്? അവിടെ അപ്പൊ അങ്ങനെ ഓക്കെ. 2 ഫിംഗർ വെച്ചിട്ട് പൾസ് ഉണ്ടോ നോക്കി. പിന്നെ ശ്വാസം ഉണ്ടോ നോക്കും. എങ്ങനെ നോക്കും? വെരി ഗുഡ്. ലുക്ക്, ലിസൺ, ഫീൽ. കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ശ്വാസം വെക്കാം. അപ്പൊ എന്താ വേണ്ടത്? CPR വേണം. ഓക്കെ, വെരി ഗുഡ്. എന്ത് ചെയ്യും? എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? 2 ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇനി ക്രോസ് ചെയ്യുന്ന സ്ഥലം അവിടെ. ഓക്കെ, അവിടെ വെക്കണം. ഇങ്ങനെ വെക്കും. കൈ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇനി പ്രസ് ചെയ്യും. മറ്റേ കൈ ലോക്ക് ചെയ്യും. ഇനി പ്രസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈറ്റ് എത്തത്തില്ല. അടുത്തതാണ് പേഷ്യന്റ് താഴെ കിടക്കുന്നത് അല്ലേ. യെസ്, കംപ്രഷൻ കൊടുക്കുകയാണ്. കുറച്ചും കൂടെ കുറച്ചുകൂടെ മുകളിലേക്ക് വരും. 2, 3, 4 2 പച്ചലേക്ക് എത്തുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ കൊടുക്കും. 1, 2, 5, 6 കൂടുന്നുണ്ട്. റേറ്റ് കൂടുന്നുണ്ട്. മഞ്ഞ ലൈറ്റിൻ്റെ ആവശ്യമില്ല, 2 പച്ച ലൈറ്റ് മാത്രം മതി. ഇപ്പോൾ റേറ്റ് ഇച്ചിരി കുറച്ചാണ്, എണ്ണം കുറയ്ക്കും. കൊടുത്തോ. 1, 3, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 25, 26, 27, 28, 29, 30. 30 പ്രാവശ്യം CPR കൊടുക്കും. ഞാൻ കാർഡിയക് കംപ്രഷൻ കൊടുത്തു. ഇനി അപ്പൊ ഇയാളുടെ കൈയൊക്കെ ശരിയാണ്. അപ്പൊ ഹൈറ്റ് കറക്റ്റ് ആയപ്പോൾ കൈ നേരെയാണ്, കൈ മടങ്ങിയിട്ടില്ല. ഇയാളുടെ ബോഡിയുടെ വെയിറ്റ് കൂടെ ഇയാളുടെ മറ്റേ കിടക്കുന്ന ആളുടെ മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അയാൾ കൈ എടുക്കുന്നില്ല അല്ലേ.
റിലാക്സ് ചെയ്യുന്നുണ്ട്, റേറ്റ് കറക്റ്റാണ്. ഇനി അത് കഴിയുമ്പോൾ 2 പ്രാവശ്യം ശ്വാസം വേണം. എങ്ങനെയാണ്? ആദ്യം ഹെഡ് ട്വിൽറ്റ്, ഹെഡ് ട്വിൽറ്റും ചിൻ ലിഫ്റ്റും ഈ കൈ വെച്ചിട്ട് ഈ 3 കണ്ണ് വെച്ച് കൈ താഴെ പോകണം. ഓക്കെ, മുകളിലേക്ക് പോകണം. ഓക്കെ, എന്നിട്ട് മൂക്ക് കൊത്തി പിടിച്ചിട്ട് വാണ് ഊതിക്കും. 1 2 പ്രാവശ്യം നീട്ടി ഊതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വീപ്പ് വരും. 6, 7, 8, 25, 26, 27, 28, 29, 30. ഓക്കെ, ഇനി വീണ്ടും 2 പ്രാവശ്യം ശ്വാസം. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യും? 5 സൈക്കിൾ ചെയ്യും. 5 സൈക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് പൾസ് ഉണ്ടോ നോക്കുന്നു, ശ്വാസം ഉണ്ടോ നോക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും. ഓക്കെ, നല്ലൊരു കഴിവ് കൊടുത്തേ.